ഇവിടെ 3 ദിവസം ഉറങ്ങാതിരിക്കുന്നവർക്ക് 1 മില്യൺ യുവാൻ പ്രൈസായി കൊടുക്കുന്നു. ആക്ച്വലി മനുഷ്യൻ ഉറങ്ങാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രെട്ടോണിൻ എന്ന കെമിക്കൽ ശേഖരിക്കുന്നതിനായാണ് ഈ എക്സ്പെരിമെന്റ് നടത്തുന്നത്. അപ്പോൾ നീന എന്നൊരു പെൺകുട്ടി തന്റെ ഫാമിലിയുടെ കടം തീർക്കുന്നതിനായി ആ എക്സ്പെരിമെന്റിൽ പങ്കെടുക്കുന്നു. അവളുടെ അടുത്ത് നിന്ന് ആവശ്യത്തിന് ക്രെട്ടോണിൻ കിട്ടണമെങ്കിൽ അവൾ 3 രാത്രിയും 3 പകലും ഉറങ്ങാതിരിക്കണം. അതിനായി അവളുടെ കഴുത്തിൽ ഒരു ചിപ്പ് ഇൻസേർട്ട് ചെയ്ത് ക്രെട്ടോണിൻ ലെവൽ ചെക്ക് ചെയ്യുന്നതിനായി ഒരു വാച്ചും കൊടുക്കുന്നു. അതേസമയം ഈ 3 ദിവസവും അവൾ 60 സെക്കൻഡിന് മുകളിൽ ഉറങ്ങിയാൽ അവളുടെ ഹാർട്ട് സ്റ്റോപ്പായി അവൾ മരിക്കും. ആദ്യത്തെ ദിവസം മുഴുവൻ അവൾ പഠിക്കാനായി സ്പെൻഡ് ചെയ്തതും അവളുടെ ക്രെട്ടോണിൻ ലെവൽ 40% കൂടുതലാവുന്നു. രണ്ടാമത്തെ ദിവസം അവൾ കാഷ്വലായി സ്കൂളിലേക്ക് പോയി അവളുടെ റുട്ടീൻ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് അവളുടെ ക്ലാസ്സിലെ തന്നെ റേ എന്നൊരു പയ്യനും അതേ വാച്ചും കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് നീനയെ പോലെ തന്നെ അവളുടെ ക്ലാസ്സിലെ മറ്റു ചില കുട്ടികളും ആ എക്സ്പെരിമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും ഓരോ വ്യത്യസ്തമായ ട്രിക്ക് യൂസ് ചെയ്ത് ഉറങ്ങാതിരുന്ന് അവസാനം ആ പ്രൈസ് മണി വിൻ ചെയ്യുന്നു. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ എക്സ്പെരിമെന്റിൽ ഇനിയും 2 ലെവൽ കൂടിയുണ്ട്. രണ്ടാമത്തെ ലെവലിൽ 5 ദിവസം ഉറങ്ങാതിരുന്നാൽ അവർക്ക് 5 മില്യൺ യുവാൻ പ്രൈസ് മണിയായി കിട്ടുമെന്ന് പറയുന്നു. എന്നാലും അവർക്ക് ആ കാശ് മാത്രം മതിയെന്ന് തീരുമാനിച്ച് അവർ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. പക്ഷെ വൈകാതെ തന്നെ ഈസിയായി കിട്ടുന്ന ആ കാശ് എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നതെന്ന് അവർക്ക് തോന്നാൻ തുടങ്ങുന്നു. അതുകൊണ്ട് അവരെല്ലാവരും 5 മില്യൺ യുവാനു വേണ്ടി രണ്ടാമത്തെ ലെവലിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ 3 ദിവസം വരെയും അവർക്ക് യാതൊരുവിധ പ്രശ്നവും തോന്നുന്നില്ല. പക്ഷെ 4ാമത്തെ ദിവസം മുതൽ അവരുടെ കണ്ടീഷൻ മോശമാവാൻ തുടങ്ങുന്നു. അതേസമയം ക്രെട്ടോണിനും 50% കൂടുതലാവുന്നേയില്ല. അതുകൊണ്ട് അവർ ഉറങ്ങാതിരിക്കുന്നതിനും ക്രെട്ടോണിൻ ലെവൽ കൂട്ടുന്നതിനും പാർട്ടി നടത്താൻ തീരുമാനിക്കുന്നു. പക്ഷെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവരെ കൂടുതൽ ക്ഷീണിതരാക്കുന്നു. അപ്പോൾ അവരിലൊരു പെണ്ണ് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരുമ്പോൾ അവളെ ആരോ വിളിക്കുന്നത് പോലെ തോന്നുന്നു. ഉടനെ അവൾ ആ റൂമിലേക്ക് പോകുമ്പോൾ എവിടെ നോക്കിയാലും അവളുടെ വീഡിയോസും ഫോട്ടോസുമാണുള്ളത്. അതേസമയം ശബ്ദവും കൂടി വന്നതും അവൾ ബോധം കെട്ട് വീഴുന്നു. അതിനുശേഷമാണ് അതെല്ലാം ഹാലുസിനേഷൻ ആണെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ ഇപ്പോൾ 60 സെക്കൻഡിനുള്ളിൽ അവൾ ഉണർന്നില്ലെങ്കിൽ അവൾ മരിക്കും. അതേസമയം ഇത് കണ്ട മറ്റെല്ലാവരും പാനിക്കായി അവളെ ഉണർത്താൻ ശ്രമിക്കുന്നു. ഭാഗ്യത്തിന് ടൈം അവസാനിക്കാറായതും അവൾ കണ്ണു തുറക്കുന്നു. അവസാനം എല്ലാവരും ആ രണ്ടാമത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് പ്രൈസ് മണി വിൻ ചെയ്യുന്നു. അതിനുശേഷം എക്സ്പെരിമെന്റ് നടത്തുന്നവർ 3ാമത്തെ ലെവലിൽ 10 ദിവസം ഉറങ്ങാതിരുന്നാൽ $10 മില്യൺ കൊടുക്കാമെന്ന് ഓഫർ ചെയ്യുന്നു. പക്ഷേ ഓൾറെഡി മരണത്തെ നേരിൽ കണ്ടതുകൊണ്ട് എല്ലാവരും അത് വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. നോക്കുമ്പോൾ അടുത്ത ദിവസം തന്നെ നീനയുടെ മുത്തശ്ശിക്ക് സുഖമില്ലാതാവുന്നു. അത് മാത്രമല്ല അവരെ രക്ഷിക്കണമെങ്കിൽ 20 മില്യൺ യുവാൻ വേണമെന്ന് പറയുന്നു. അതുകൊണ്ട് അവസാനം നീനയ്ക്ക് താല്പര്യമില്ലെങ്കിൽ കൂടിയും അവൾക്ക് 3ാമത്തെ ലെവലിൽ പങ്കെടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുന്നു.